ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന കിണാശ്ശേരി ജംഗ്ഷനാണ്. പാലക്കാട് കിണാശ്ശേരി ജംഗ്ഷൻ. കിണാശ്ശേരി ജംഗ്ഷനിൽ നിന്ന് പാലക്കാട്ടേക്ക്, കൊടുവായൂർക്ക്, കൊല്ലംകോട്ടേക്ക് എല്ലാവർക്കും ഒരു കണക്ട് ചെയ്യുന്ന ഒരു മെയിൻ ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് ഈ കൊടുവായൂർ പോകുന്ന ജംഗ്ഷൻ, ഈ പോകുന്ന റോഡാട്ടോ. ഈ റോഡിലൂടെ ഏകദേശം 2.5 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. ബസ് റൂട്ടും നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 100 മീറ്റർ അത്ര ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. നല്ലൊരു ഹൗസിംഗ് കോളനിക്കുള്ളിൽ ഒരു സൂപ്പറായിട്ടുള്ള പ്രോപ്പർട്ടി. ഇത് നമുക്ക് ഈ പോകുന്ന റൂട്ടാണ്. ഇപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ 100 മീറ്റർ അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ പ്രോപ്പർട്ടിക്ക് പോകാനായിട്ട്. ഇതുവരെയ്ക്ക് നമുക്ക് സിമെൻറ്റ് റോഡ് ഉണ്ട്, ഇവിടുന്ന് ടാർ റോഡ് ഉണ്ട്, കുറച്ച് ഭാഗങ്ങളൊക്കെ മൺ റോഡാണ് ലാസ്റ്റ് നമ്മുടെ പ്രോപ്പർട്ടി എത്തുന്നവരെ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വീടുകളുള്ള നല്ലൊരു ഏരിയ കേട്ടോ. അത് നല്ല വൈബായിട്ട് കിടക്കുന്ന സ്ഥലം, നല്ല കാം ആൻഡ് പീസ് ആയിട്ട്. എന്നാൽ ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്തുമാണ്. നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് കേട്ടോ. ഏകദേശം 5 മീറ്ററിൻ്റെ അടുത്ത് നല്ല വീതിയുള്ള, 5 മീറ്ററിന് മേലെ ഉണ്ടാവും. ചുറ്റും വലിയ വലിയ വീടുകളാണ് അടുത്തൊക്കെ ഉള്ളത്. ഇതിപ്പോൾ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സ്ഥലം ആരുടെയെന്ന് അറിയില്ല, അത് മൊത്തം കൂടുതലുണ്ട്. അത് മൊത്തം കോമ്പൗണ്ട് വാൾ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഫ്രണ്ടിൽ തന്നെ നല്ലൊരു വീട്, ആ സൈഡും അതിനപ്പുറത്തൊക്കെ പാടങ്ങളാട്ടോ. ഇതാണല്ലോ പാടത്തിൻ്റെ വ്യൂ കാണുന്നുണ്ടോ, ആ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ഉള്ള. ഇതിനിടയിലാണ് നമ്മുടെ 28 സെന്റ് പറമ്പ് കിടക്കുന്നത്. ഇത് ഇത്രയും വീതി ഉണ്ട് കേട്ടോ. ഈ മതിൽ തൊട്ടിട്ട് ഈ ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്ന ഇത്രയും വീതിയിൽ നമുക്ക് റോഡ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ മൺ റോഡാണ്, അത് കൺവേർട്ടായി കിട്ടും. കുറച്ച് ദൂരം മാത്രമേ ഉള്ളത്. നമുക്ക് ആ ഒരു പുതിയ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്താണ് നമ്മുടെ 28 സെന്റ് സ്ഥലം കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഒക്കെ ചെയ്യുന്നില്ലേ, അവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടി കേട്ടോ. വെച്ചാൽ ഇതാണല്ലേ, ചുറ്റും കോമ്പൗണ്ട് വാൾ ഉണ്ട്, അതുപോലെ ബോർവെല്ലുണ്ട്, പമ്പ് സെറ്റിൻ്റെ റൂം കെട്ടിയിട്ടുണ്ട്, അതിന് മേലെ വെള്ളത്തിൻ്റെ ടാങ്ക് ഉണ്ട്. ഇപ്പോൾ വന്നപ്പോൾ ഗേറ്റ് തുറന്ന് കിടക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റിയിട്ടില്ല. ഇവിടെ നമുക്ക് ഈ ഒരു സൈഡ് നമുക്ക് റോഡ് ആ ലാസ്റ്റ് വരെ കിട്ടണുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ മതിൽ കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ലാസ്റ്റ് സൈഡ് നമുക്ക് ഇതിന് ഇപ്പം മേലെ കയറിയാലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഉള്ളിലോട്ട് കയറാനുള്ള ഒരു സൗകര്യം ഇല്ല, മൊത്തം ലോക്കലാണ്. ചുറ്റും ഹൈറ്റിൽ കോമ്പൗണ്ട് വാൾ ഉണ്ട്, അതുപോലെ തന്നെ വലിയ ഗേറ്റാണ്, അതും ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ജസ്റ്റ് ഒന്നിൻ്റെ മേലെ കയറിയിട്ട് ടോട്ടലായിട്ടുള്ള വീഡിയോ ഒന്ന് എടുക്കാം. ഇവിടെയൊക്കെ ഫുള്ള് ഈ ഹൈറ്റിലാണ് കോമ്പൗണ്ട് വാളുള്ളത്. 1-2 തെങ്ങ്, 2 മാവ്, അങ്ങനെ കുറച്ച് വൃക്ഷങ്ങളുണ്ട് അതിനകത്ത്. പിന്നെ ബാക്കിയൊക്കെ നല്ല വാഴകളൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് മൊത്തം വാഴ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ വാഴ വെച്ചിട്ടുണ്ട്. നമ്മൾ തൽക്കാലം ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിന് മതിലിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് മതിലുള്ളത്, നല്ല ഹൈറ്റിലുണ്ട്. അല്ല, അതിൻ്റെ ലിൻഡലിൻ്റെ ആ ലെവൽ വരയ്ക്കും ഹൈറ്റ് വരുന്നുണ്ട് മതിൽ. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ. അല്ലേ, ഫുള്ളായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ. 28 സെന്റ് സ്ഥലമുണ്ട്. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ റോഡ് ഇട്ട് ഒരു അത്യാവശ്യം ലേഔട്ട് ചെയ്തെടുത്തിട്ട് വീടുകൾ വെച്ച് കൊടുക്കുകയാണെങ്കിലും, ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിന് ഫുള്ള് ഗേറ്റും കോമ്പൗണ്ട് വാൾ ആൾറെഡി ഉള്ള ഒരു സ്ഥലം. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ കൂടെ നമുക്ക് റോഡ് ആ ഭാഗത്തേക്ക് 5 മീറ്റർ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ പ്ലോട്ട് തിരിക്കാൻ സാധിക്കും. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് മൊത്തം പാടമുണ്ട്, നല്ല വ്യൂ ഉണ്ട്. ഇനി നമുക്ക് പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, ഒരു 20 സെന്റിൽ കൂടുതൽ സ്ഥലം ഒരുമിച്ച് ഇതുപോലെ പാടത്തിൻ്റെ ഓരത്ത് കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മൾ വിളിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. കാരണം റോഡിൽ നിന്ന് പാലക്കാട് ടൗണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് KSRTCൻ്റെ അവിടെ നിന്ന് 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ. പാലാന ഹോസ്പിറ്റലിൻ്റെ അവിടെ നോക്കുമ്പോൾ 4 കിലോമീറ്റർ, അതുപോലെ തങ്ക ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നും മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. കൊടുവായൂർ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് നമുക്കൊരു 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ലുലു മാളിൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ 5 കിലോമീറ്റേഴ്സ്. നമ്മൾ പറഞ്ഞ പോലെ കിണാശ്ശേരി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ. അതുപോലെ തന്നെ ബസ് റൂട്ടും നോക്കുകയാണെങ്കിൽ വെറും ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ 100 മീറ്റർ മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു സിംഗിൾ വീട് വെച്ച് നല്ല ലാൻഡ്സ്കേപ്പ് ചെയ്താൽ സൂപ്പറായിരിക്കും. ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 5 ലക്ഷം രൂപയാണ് പെർ സെന്റ് ചോദിച്ചിരിക്കുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. ആൾറെഡി ചുറ്റും വന്നിട്ട് കോമ്പൗണ്ട് വാൾ ഉണ്ട്, ഗേറ്റ് ഉണ്ട്, ബോർവെൽ ഉണ്ട്, വാട്ടർ ഷെഡ് ഉണ്ട്, എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക, നമ്മളത് വിൽക്കാനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും. നമുക്ക് ബിൽഡിങ്ങിൻ്റെ മേലെ കയറിയപ്പോഴേ നല്ല വ്യൂ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആ കാണുന്നതാണ് മോട്ടോർ ഷെഡും അതിന് മേലെ വാട്ടർ ടാങ്കൊക്കെ.
അങ്ങനെ ചുറ്റും കോമ്പൗണ്ട് വാള്, ഇതെല്ലാ സൗകര്യങ്ങളുള്ള നല്ല സൂപ്പറായിട്ടുള്ള പ്രോപ്പർട്ടി. നമുക്ക് ജസ്റ്റ് വന്ന് ഒറ്റ വീട് കെട്ടി ഇതിനെ മൊത്തം ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നവർക്കാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള വയലിൻ്റെ വ്യൂ ഉണ്ട്. ലാൻഡ്സ്കേപ്പ് ചെയ്യല്ല, ഇനി പ്ലോട്ട് തിരിച്ച് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആക്കുകയാണെങ്കിൽ അവർക്കും പറ്റിയ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.